സെക്രട്ടേറിയറ്റിന് മുൻപിൽ 37 ദിവസമായി തുടർന്ന LPST ഉദ്യോഗാർത്ഥികളുടെ നിരാഹാര സമരം താത്കാലികമായി പിൻവലിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. നിരാഹാര സമരം അനുഷ്ഠിച്ചിരുന്ന ഉദ്യോഗാർത്ഥി വളർമതി മന്ത്രി നൽകിയ നാരങ്ങവെള്ളം കുടിച്ച് സമരം അവസാനിപ്പിച്ചു. സമരവുമായി ബന്ധപ്പെട്ട് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് സർക്കാർ അവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും നമ്മുടെ ഗവൺമെന്റ് സെക്രട്ടറിയും ഡയറക്ടറും ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ട്. അവരുന്നയിച്ച പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒന്ന് ഈ PSC നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞത്. അതിൽ വ്യത്യസ്തമായ അഭിപ്രായം സർക്കാരിനുമില്ല. ഓരോ 3 വർഷവും കൂടുമ്പോൾ അപ്പോയിൻമെൻറ്റ് നടക്കാത്ത ലിസ്റ്റുകൾ നിലനിൽക്കുമ്പോഴും വീണ്ടും വീണ്ടും പരീക്ഷ വരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷനുകളുടെ കാര്യത്തിൽ ഓരോ ലിസ്റ്റിൽ നിന്ന് നിയമനങ്ങൾ നടന്നതിന് ശേഷമേ വേക്കൻസി വരുന്ന മുറയ്ക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശമാണ് വന്നത്. അത് മൊത്തത്തിലെടുക്കേണ്ട തീരുമാനമാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്കും യോജിപ്പാനുള്ളത്. പിന്നെ നിലവിലുള്ള ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടണം എന്നുള്ളതാണ് സമരസമിതിയുടെ ആവശ്യം. സാധാരണ നമ്മുടെ ഒരു പ്രാക്ടീസ് കാലാവധി തീരുമ്പോഴാണ് അത് നീട്ടിക്കൊടുക്കുന്നത്. ഏതായിരുന്നാലും ഈ ലിസ്റ്റിന് 2 അധ്യയന വർഷങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഇവർ പറയുന്നത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൻ്റെ കാലാവധി സമയമെത്തുമ്പോൾ നീട്ടിക്കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. വിഷയവുമായി ബന്ധപ്പെട്ട് 45 ദിവസത്തെ സാവകാശം തേടിയിട്ടുണ്ടെന്നും അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാന അധ്യാപകരുടെ ക്ലാസുകൾ എടുക്കുന്ന അധ്യാപക തസ്തിക PSC വഴിയാക്കുന്ന നിയമസാധുതയും നിലവിലെ റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടുന്നതും പരിശോധിക്കുമെന്നും തസ്തികകൾ ഇല്ലാതെ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് പരിശോധിക്കാൻ PSCയോട് ആവശ്യപ്പെടുമെന്നും ഡിവിഷൻ ഇല്ലാതാകുന്നത് മൂലം സർവീസിൽ കയറുന്ന ഒരു അധ്യാപകനും ജോലി നഷ്ടപ്പെടില്ല എന്നും മന്ത്രി ഉറപ്പു നൽകി. ആലപ്പുഴയിലുണ്ടായ പിരിച്ചുവിടൽ അംഗീകരിക്കാനാകാത്തതെന്നും മന്ത്രി വ്യക്തമാക്കി. സമരം അവസാനിപ്പിക്കാൻ സന്നദ്ധമായത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യമാണെന്നും റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഇത്തരത്തിൽ സമരം നടത്തുന്നത് പ്രയാസമേറിയ കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലബാർ ശബ്ദം. 18 വയസ്സ് ജീവിതം സെറ്റ് ചെയ്യാൻ ഇതിലും നല്ല സമയം വേറെയില്ല. ഒരു സർക്കാർ ജോലി മാത്രമല്ല, അഭിമാനവും അച്ചടക്കവും രാജ്യസേവനവും നിറഞ്ഞ ഒരു കരിയറാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇനി ചിറകുവിരിക്കാം. 100% വിജയത്തിന്റെ വിശ്വാസത്തോടെ കേണൽസ് അക്കാഡമി കോഴിക്കോടും സുൽത്താൻ ബത്തേരിയിലും.